സെർവോ വെന്റിലേറ്റർ എസ്പിറേഷൻ കാസറ്റ് പരിപാലനവും ശുചീകരണവും സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ. എസ്പിറേറ്ററി കാസറ്റ് രോഗിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശ്വാസം അഥവാ ഉച്ഛ്വാസവായു അളക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. സാധിക്കുമെങ്കിൽ സെർവോ വെന്റിലേറ്റർ ഓരോ ഉപയോഗം കഴിയുമ്പോഴും ഉടനടി വൃത്തിയാക്കേണ്ടതാണ്. മെഷീനിൽ പറ്റിപ്പിടിക്കുന്നതും തെറിച്ചു വീഴുന്നതുമായ രക്തം, കഫം മുതലായവ ഉണങ്ങുന്നതിന് മുമ്പ് നാം നീക്കം ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വെന്റിലേറ്റർ പ്രവർത്തിപ്പിക്കുന്നതും അത് വൃത്തിയാക്കുന്നവരും അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതകൾക്കെതിരെ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. സെർവോ ഡിയോ ഗാർഡ് എല്ലാ വിഭാഗം രോഗികളിലും ഉപയോഗിക്കാവുന്നതാണ്. ഒരു സെർവോ ഡിയോ ഗാർഡ് രോഗിയിൽ പരമാവധി 48 മണിക്കൂർ വരെ ഉപയോഗിക്കാം. അത് കാരണം പരിസരങ്ങളിലേക്കുള്ള അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കും. ആയതിനാൽ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന ഫിൽട്ടറുകളുടെ എണ്ണം കുറയുന്നത് വഴിയുള്ള സാമ്പത്തിക ലാഭവും കൂടാതെ സ്റ്റാഫിന്റെ മൊത്തത്തിലുള്ള ജോലിഭാരവും ഇതുമൂലം കുറയും. ശുപാർശ ചെയ്യുന്ന അണുനശീകരണ രീതികൾ: വാഷർ ഡിസിൻഫെക്ടർ, കെമിക്കൽ ഡിസിൻഫെക്ടൻസ്, ഓട്ടോക്ലേവിംഗ്. അതിലൊന്നാമത്തേത് സെർവോ ഡിയോ ഗാർഡ് ഫിൽട്ടർ ഉപയോഗിച്ചില്ലെങ്കിൽ മാക്കറ്റ് ശുപാർശ ചെയ്യുന്നത് കാസറ്റ് അണുവിമുക്തമാക്കുമ്പോൾ കെമിക്കൽ ഡിസിൻഫെക്ടന്റ് ആൻഡ് ഓട്ടോക്ലേവിംഗ് എന്നിവയെ അപേക്ഷിച്ച് വാഷർ ഡിസിൻഫെക്ടർ ആണ് വിദഗ്ധരുടെ അഭിപ്രായം. കെമിക്കൽ ഡിസിൻഫെക്ടന്റ് പ്രോസസ്: കാസറ്റ് ഊരുന്നതിന് മുമ്പ് മെഷീൻ ഓഫാക്കുകയോ സ്റ്റാൻഡ് ബൈ ആക്കുകയോ ചെയ്യുക. ഒരിക്കലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെഷീനിൽ നിന്ന് കാസറ്റ് നീക്കം ചെയ്യരുത്. എസ്പിറേറ്ററി കാസറ്റ് സെർവോ എസ് വെന്റിലേറ്ററിൽ നിന്ന് ആദ്യം ഡിസ്പ്ലേയുടെ പുറകിലുള്ള നീല ലിവർ അമർത്തുക. ഡിസ്പ്ലേ മുകൾ ഭാഗത്തേക്ക് ചരിക്കുക. സെർവോ ഐ ആണെങ്കിൽ പേഷ്യന്റ് യൂണിറ്റിന്റെ അടിയിലുള്ള നീല ലിവർ ചിത്രത്തിൽ കാണുന്നത് പോലെ അമർത്തിയതിനു ശേഷം പേഷ്യന്റ് യൂണിറ്റ് മുന്നിലേക്ക് വലിക്കുക. അപ്പോൾ കാസറ്റ് ലോക്കിൽ നിന്ന് റിലീസാകും. അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് കാസറ്റ് കഴുകുക. ഉച്ഛ്വാസവായു കടന്നു പോകുന്ന ഭാഗങ്ങൾ മാത്രമേ കഴുകേണ്ട ആവശ്യമുള്ളൂ. വെള്ളത്തിന്റെ തോത് പരമാവധി 10 ലിറ്റർ പെർ മിനിറ്റ്സേ പാടുള്ളൂ. കാസറ്റ് കഴുകിയതിനു ശേഷം ചിത്രത്തിൽ കാണുന്ന രീതിയിൽ സിലിക്കൺ മെംബ്രെയിൻ കൈകൊണ്ട് അനക്കി നോക്കുക. അനങ്ങുന്നില്ലെങ്കിൽ രക്തമോ മറ്റ് സെക്രീഷൻസോ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിരിക്കും. മെംബ്രെയിൻ പുറത്തെടുക്കുന്നതിനായി സ്പെഷ്യൽ ടൂൾ ഉപയോഗിക്കേണ്ടതാണ്. അണുവിമുക്തമായ നനഞ്ഞ തുണിയോ പഞ്ഞിയോ ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കിയതിനു ശേഷം ചിത്രത്തിൽ കാണുന്നത് പോലെ തിരിച്ച് ഘടിപ്പിക്കേണ്ടതാണ്. അതിനുശേഷം നോസിലിൽ കൂടി അണുനാശിനി അഥവാ സൈഡക്സ് OPA മുതലായവ ഒഴിക്കുക. അത് നിറയുന്നതുവരെ ഒഴിക്കുക. അതിനുശേഷം ഒരു ക്യാപ്പ് ഉപയോഗിച്ച് അടയ്ക്കുക. അണുനാശിനി ഏറ്റവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും വെക്കണം. അതിനുശേഷം അണുനാശിനി നോസിലിന്റെ ഭാഗത്തു കൂടി ഒഴുക്കിക്കളയുക. ചിത്രത്തിൽ കാണുന്ന പ്രകാരം. ശുദ്ധജലം ഉപയോഗിച്ചും കാസറ്റിൽ നിന്ന് അണുനാശിനി കഴുകിക്കളയാം. 2 or 3 പ്രാവശ്യം ഇപ്രകാരം ചെയ്യാവുന്നതാണ്. കാസറ്റിന്റെ ഉള്ളിലേക്കുള്ള വെള്ളം കളയുവാനായി കാസറ്റ് നേരെ മുകളിലേക്ക് പിടിക്കുക. 6 or 7 പ്രാവശ്യം കുടയുകയും ടിൽറ്റ് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം മറുഭാഗം മുകളിലായി പിടിച്ചും കുടയുകയും ടിൽറ്റ് ചെയ്യുകയും ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ കാസറ്റ് നല്ല ബലത്തിൽ സുരക്ഷിതമായ രീതിയിൽ പിടിക്കേണ്ടതാണ്.
അതിനുശേഷം കാസറ്റ് മുഴുവനായി ഉണങ്ങണം. അതിനായി കാസറ്റ് കുത്തനെ വെക്കണം. ചിത്രത്തിൽ കാണുന്ന പ്രകാരം റൂം എയറിൽ 24 മണിക്കൂറെങ്കിലും ഈ രീതിയിൽ ഉണക്കാനായി വേണ്ടിവരും. ഡ്രൈയിങ് ക്യാബിനറ്റിൽ വച്ചും ഉണക്കാവുന്നതാണ്. 70 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ. അതിനുശേഷം അണുവിമുക്തമായൊരു തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിക്കേണ്ടതാണ്. പുതിയൊരു പേഷ്യന്റ് വന്നാൽ ഇപ്രകാരം വൃത്തിയാക്കിയ കാസറ്റ് ഉപയോഗിക്കാവുന്നതാണ്. എസ്പിറേറ്ററി കാസറ്റ് സെർവോ എസ് വെന്റിലേറ്ററിൽ റീകണക്ട് ചെയ്യുവാനായി കാസറ്റിന്റെ നോസിൽ മുകൾ ഭാഗത്തേക്ക് പിടിച്ചുകൊണ്ട് നോസിലിന്റെ മറുഭാഗം പതുക്കെ ഗ്ലൈഡ് ചെയ്യുക. നോസിലിന്റെ മറുഭാഗത്തുള്ള നോച്ച് മെഷീനിൽ എൻഗേജ് ആയതിനു ശേഷം നോസിൽ പിടിച്ചമർത്തുക. ക്ലിക്ക് ശബ്ദം കേൾക്കുന്നതുവരെ അമർത്തണം. സെർവോ വെന്റിലേഷൻ ഓണാക്കി പ്രീയൂസ് ചെക്ക് ചെയ്യേണ്ടതാണ്. പ്രീയൂസ് ചെക്ക് ചെയ്യാനായി പവർ കണക്ട് ചെയ്യുക. എയർ ആൻഡ് ഓക്സിജൻ മെഷീനിൽ ഘടിപ്പിക്കുക. എന്നിട്ട് നിർദ്ദേശിച്ച രീതിയിൽ പ്രീയൂസ് ചെക്ക് ചെയ്യുക. കാസറ്റ് മുഴുവനായി ഉണങ്ങിയതിനു ശേഷം മാത്രമേ ഘടിപ്പിക്കാവൂ. അല്ലാത്ത പക്ഷം പ്രീയൂസ് ചെക്ക് ഫെയിലാകും. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെർവോ വെന്റിലേറ്ററിൽ നിന്ന് കാസറ്റ് ഒരിക്കലും മാറ്റുകയോ റീകണക്ട് ചെയ്യുവാനോ പാടില്ല. ഓട്ടോക്ലേവിംഗ്. സ്ഥിരമായി ഓട്ടോക്ലേവ് ചെയ്താൽ എല്ലാ സാമഗ്രികളുടെയും അവയുടെ ഭാഗങ്ങളും കാലക്രമേണ കേട് സംഭവിച്ചുകൊണ്ടിരിക്കും. മാക്വിറ്റ് ക്രിട്ടിക്കൽ അനുശാസിക്കുന്നത് ഓട്ടോക്ലേവ് മറ്റു രീതികളെ അപേക്ഷിച്ച് കാസറ്റിന്റെ ലൈഫ് കുറയ്ക്കുമെന്നതാണ്. സാധാരണ രീതിയിൽ ഓട്ടോക്ലേവിംഗ് ആവശ്യമില്ല. Maquet, the gold standard.